അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എല്ലാ മടിയന്മാർക്കും വേണ്ടിയുള്ളതാണ്. ഒരുപാട് പേർ പറയാറുണ്ട്, എനിക്ക് മുടങ്ങാതെ നിസ്കരിക്കണമെന്നുണ്ട്, കൃത്യമായി ഖുർആൻ ഓതണമെന്നുണ്ട്, ഒരുപാട് സ്വലാത്ത് എടുക്കണമെന്നുണ്ട്, ഒരുപാട് ദിക്ർ എടുക്കണമെന്നുണ്ട്, തഹജ്ജുദിനും സുബഹിക്കുമൊക്കെ നേരത്തെ എണീറ്റ് നിസ്കരിക്കണമെന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. എല്ലാത്തിനോടും മടിയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഞാൻ നിസ്കരിക്കാതെ, ഖുർആൻ ഓതാതെ, സ്വലാത്ത് ചെല്ലാതെ എൻ്റെ ഓരോ ദിവസം പോകുന്തോറും എനിക്ക് പേടിയാകുന്നു. പക്ഷേ എൻ്റെ മടി കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അതിനുള്ള പ്രാർത്ഥന പറഞ്ഞു തരണം. ഇതുപോലെ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും മടി കാരണം ചെയ്യാൻ പറ്റാത്തവർക്കുള്ള കുറച്ച് സൂറത്തുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സൂറത്തുകൾ ഓതിയാൽ നമ്മുടെ ഇബാദത്തിനോടുള്ള മടി മാത്രമല്ല മാറുന്നത്. ഉമ്മമാർക്കാണെങ്കിൽ അവരുടെ വീട്ടിലെ ജോലി ചെയ്യാൻ മടി തോന്നിയാൽ, ഉപ്പമാർക്കാണെങ്കിൽ അവരുടെ പുറത്തുള്ള ജോലി ചെയ്യാൻ മടി തോന്നിയാൽ, പഠിക്കാൻ മടി തോന്നിയാൽ, അങ്ങനെ എന്ത് കാര്യത്തിനോട് മടി തോന്നിയാലും ഈ സൂറത്ത് ഓതിയാൽ മതി. ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് നമ്മുടെ മടിയും അലസതയും മാത്രമല്ല നമ്മുടെ ക്ഷീണവും മാറും. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറക്കം പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ മാറി നമുക്ക് ഒരു എനർജി വരും. പിന്നെ നമ്മൾ നല്ല സ്വഭാവമുള്ളവരായി മാറും. ദീനിയായി മാറാനും ഈ സൂറത്ത് സഹായിക്കും. നമ്മൾ നന്നാവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മടിയും ക്ഷീണവും ദുശീലങ്ങൾ മാറാനും നിസ്കരിക്കാനും ദീനിയായി നടക്കാനും ഈ സൂറത്ത് ഓതാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മടിക്കും ക്ഷീണത്തിനും അലസതയ്ക്കും കാരണം എന്താണെന്ന് നോക്കണം. ചില ആളുകൾക്ക് എന്തെങ്കിലും രോഗം കാരണം ക്ഷീണവും ഉണ്ടാകും. അപ്പോൾ ഡോക്ടറെ കാണിച്ച് നമ്മൾ ആദ്യം ചികിത്സ തേടണം. പിന്നെ ഫോണിൽ അഡിക്റ്റായ ആളുകൾ ഇവർ തന്നെ സ്വയം മനസ്സിലാക്കി നിസ്കരിക്കാനും ഖുർആൻ ഓതാനും സ്വയം കണ്ടെത്തണം. മനസ്സിൽ വിഷമം കൊണ്ട് നടക്കുന്നവർ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി മടിയും ക്ഷീണവും മാറാനുള്ള വഴി നോക്കാം. നമ്മുടെ എല്ലാ ഫർള് നിസ്കാര ശേഷവും അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയും ദിക്റും കഴിഞ്ഞ് അലം നശ്റ സൂറത്ത് 3 വട്ടം ഓതുക. നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞ് ഓതരുത്. നിസ്കാരത്തിനെ ചേർന്ന് തന്നെ ഓതണം. അല്ലെങ്കിൽ സൂറത്തുൽ അംബിയ 3 വട്ടം ഓതുക. അല്ലെങ്കിൽ സൂറത്തുൽ നഹൽ 7 വട്ടം ഓതുക. ഇഷ്ടമുള്ള ഏതെങ്കിലും സൂറത്ത് ഓതിയാൽ മതി. രണ്ടും കുറച്ച് വലിയ സൂറത്താണ്. ഏത് സമയത്തും എപ്പോൾ വേണോ ഓതാം. ഈ സൂറത്ത് ഓതിയ ശേഷം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇനി അല്ലെങ്കിൽ എല്ലാ ഫർദ് നിസ്കാര ശേഷവും 17 ആയത്തുൽ കുർസി 17 ദിവസം കൊണ്ട് ഓതുക. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മാർഗം ചെയ്താൽ നമ്മൾ ഏത് ചെയ്യുമ്പോഴുമുള്ള ഉറക്കവും മടിയും ക്ഷീണവുമെല്ലാം മാറി നമ്മൾ നല്ല എനർജറ്റിക് ആവും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.